മാസ്റ്റർ എന്തായാലും ഈ സ്വജനപക്ഷപാതവും ഒപ്പം തന്നെ ഇതുപോലെ ഇരട്ട നീതിയൊക്കെയാണ് ഇവിടെ ഈ സംസ്ഥാന സർക്കാർ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ NGO നേതാവിന് സംസ്ഥാന സർക്കാർ ഡബിൾ പ്രൊമോഷൻ നൽകി എന്നുള്ളത് KM പ്രകാശൻ കേരള ഹൗസിലെ KM പ്രകാശിനെ കൺട്രോളർ തസ്തികയിൽ നൽകിയ നിയമനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തായാലും അംഗീകാരം നൽകിയിരിക്കുകയാണ്. കോടതി നാളെ ഈ വിഷയം പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ആൾ ഈ മാസം 31-ാം തീയതി വിരമിക്കാനിരിക്കുകയാണ്. തിരക്ക് പിടിച്ച് ഇത്തരത്തിലൊരു ഉദ്യോഗ കയറ്റം ഒക്കെ നൽകിയത്. ധനവകുപ്പ് എന്തായാലും ഈ നടപടിയൊക്കെ ആദ്യം എതിർത്തെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ ധനവകുപ്പിനും വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് എങ്ങനെ നോക്കിക്കാണുന്നു പൊതുവിലെ ഈ സാഹചര്യത്തെ? അല്ല, ഈ വിഷയത്തിൽ സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം ഇതൊക്കെ ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സ്വന്തം ആൾക്കാരെ സർവകലാശാലകളിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നിയമിക്കുന്നത് ഈ സർക്കാരിന്റെ ഒരു സ്ഥിരം നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചു 31-ാം തീയതി വിരമിക്കാനിരിക്കുന്ന ഒരാൾക്ക് ഡബിൾ പ്രൊമോഷൻ നൽകി കേരള ഹൗസ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിയമിക്കുന്ന നടപടി തികച്ചും തെറ്റായ നടപടിയാണ്. മാത്രമല്ല, ഒരു കേസ് നിലനിൽക്കുന്നു. നാളെ കേസ് പരിഗണിക്കാനിരിക്കുന്നു. ആ കേസ് പരിഗണിക്കാനിരിക്കുന്ന സമയത്ത് അതിനു മുൻപായി തിരക്കിട്ട് ഇദ്ദേഹത്തെ ഈ കേരള ഹൗസിൽ കൺട്രോളറായി നിയമിക്കുന്നതിന്റെ പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. ഇദ്ദേഹം ഒരു NGO യൂണിയന്റെ നേതാവാണ്. അപ്പോ സർവകലാശാലകളിൽ സ്വജനപക്ഷപാതപരമായി VC-കളെ നിയമിക്കുന്ന പോലെ, സർവകലാശാലകളിൽ പിൻവാതിൽ നിയമനം നടത്തുന്ന പോലെ, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ കരാർ നിയമനക്കാരെയും മറ്റും സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് പോലെ ഇവിടെ അനധികൃതമായി തന്നെ വിരമിക്കാനിരിക്കുന്ന ഒരു വ്യക്തി ഡബിൾ പ്രൊമോഷൻ നൽകി സർക്കാർ പറയുന്ന സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സർക്കാരാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻകാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആണ് ഇത്തരത്തില് ഡബിൾ പ്രൊമോഷൻ നൽകി കേരള ഹൗസിലേക്ക് ഇദ്ദേഹത്തെ നിയമിച്ചത്. ഇത് മാത്രമല്ല, ചീഫ് സെക്രട്ടറിക്ക് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ക്യാബിനറ്റ് റാങ്ക് നൽകിയിരിക്കുക. ക്യാബിനറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു നിരവധി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ കഴിയുന്ന, സ്വന്തമായി വെക്കാൻ കഴിയുന്ന പദവി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഈ തോമസ് മാഷിനെ കേരളത്തിന്റെ ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടാണ് ഒരു താൽക്കാലിക സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് കേരളത്തിലെ ഗവൺമെന്റ് സ്വജനപക്ഷപാതത്തിനും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനത്തിനും സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിലും അതിന്റെ ഒരു റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രതിഷേധാർഹമായ നടപടി തന്നെയാണ്. സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് ഇത് കാണാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും സ്വന്തക്കാരെ രാഷ്ട്രീയക്കാർ NGO യൂണിയൻ നേതാവിനേക്ക് അവിടെ തിരികെ കയറ്റി കേരള ഹൗസിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുക എന്ന്. കേരള ഹൗസ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട, 3.5 കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ട കേരള ഹൗസാണ് ഡൽഹിയിലുള്ളത്. ആ സ്ഥാപനത്തിൽ സ്വന്തം നിയന്ത്രണത്തിൽ വരുത്താൻ വേണ്ടി, വരുതിയിൽ വരുത്താൻ വേണ്ടി NGO യൂണിയൻ നേതാവിന് വെക്കുന്നു എന്ന് പറയുമ്പോൾ, അതും കോടതി കേസ് പരിഗണിക്കാതിരിക്കുന്ന സമയത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കപ്പെടുന്നത് തന്നെയാണ്. അത് സ്വജനപക്ഷപാതം തന്നെ. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. മുഖ്യമന്ത്രി ഓഫീസിനെ കുറിച്ച് നമുക്ക് ധാരാളം പരാതികളുണ്ട്. കള്ളക്കടത്ത് കേസിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ശിവശങ്കറാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ ഭരണത്തിനാ കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് അനധികൃത നിയമനങ്ങളുടെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി മാറി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.